ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കേട്ടോ. കഴിഞ്ഞ 4 ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റെം സ്റ്റിച്ചാണ്. വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ആ ചെയ്തെടുക്കുന്ന ആ ഒരു രീതി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ എംബ്രോയ്ഡറിൻ്റെ സ്റ്റിച്ചസും നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ആ ഒരു ഫാബ്രിക്കിലായിട്ട് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു സൂചിയിലായിട്ട് ഇതുപോലെ നൂലൊക്കെ ഇട്ടിട്ട് ആ ഒരു ലാസ്റ്റ് ഭാഗം ഇതുപോലെ നോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എംബ്രോയ്ഡറിയിൽ ആ ഒരു നോട്ട് എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ആ ഒരു വരച്ച ലൈനിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി പുറത്തേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി താഴേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു സൂചി എടുക്കുന്നത് നമ്മൾ ആ ഒരു ഇൻസേർട്ട് ചെയ്ത ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇല്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു സൂചി പുറത്തേക്ക് എടുക്കുന്നത്. പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിലും മുകളിലേക്കായിട്ട് എടുക്കുക, അല്ലെങ്കിൽ താഴേക്കായിട്ട് എടുക്കുക. ഞാനിവിടെ താഴേക്കായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആ ഒരു ചെയ്ത സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെക്കൂടി ആയിട്ട് നടുഭാഗത്തൂടി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിലൊന്നും തന്നെ പറ്റാൻ പാടില്ല. ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്ത് കൂടിയായിട്ട് നടുഭാഗത്ത് നിന്നാണ് കേട്ടോ എടുക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു സൂചി ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു നടുഭാഗത്തൂടി ആയിട്ട് പുറത്തേക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, കുറച്ചൊന്ന് മുമ്പിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ ലെങ്ത് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി താഴേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു സൂചി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ഇപ്പോൾ ചെയ്ത ആ ഒരു ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ നടുഭാഗത്തൂടി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൂചി പുറത്തേക്ക് എടുക്കുന്നത്. പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്തരം താഴെക്കൂടിയല്ലേ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ടായി, അതുപോലെ താഴെ ഭാഗത്തൂടി ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ 2 ഡോട്ട് നമ്മുടെ ആ ഒരു സൂചി കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റേത്തെ ഡോട്ട് എന്ന് പറഞ്ഞാൽ നടുഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത ഡോട്ടാണ്. സെക്കൻഡാമത്തെ ഡോട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി താഴേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു നടുക്കിട്ട ആ ഒരു ഡോട്ടില്ലേ, അതിലൂടെയാണ്, അതായത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്റെ നടുഭാഗത്ത് കൂടി ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് മുകൾ ഭാഗത്തൂടി വരുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് ഇവിടെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടൊക്കെ ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് വീഡിയോ പകുതി മാത്രമേ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ആ ഒരു നമ്മുടെ സൂചി കുത്തിയ ഭാഗം അവിടെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഇതുപോലെ ആ ഒരു ലൈൻ ഫുള്ളായിട്ട് സ്റ്റെം സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു ലൈന് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു സൂചി ഇതുപോലെ താഴേക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്ക് ഏത് മോട്ടീഫിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ എംബ്രോയിഡറിയിൽ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു ചെടിയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റെമ്മൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റെം സ്റ്റിച്ചാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് മോട്ടീഫ് എടുത്തോട്ടെ, പൂവിൻ്റെതായാലും അതുപോലെ തന്നെ വേറെ എന്ത് നമ്മുടെ കാർട്ടൂണൊക്കെ ആയിട്ടുള്ള എന്ത് മോട്ടീഫ് ആയിക്കോട്ടെ, ആ ഒരു മോട്ടീഫിലൊക്കെ ഔട്ട്ലൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. കൊടുത്തതിനാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പിക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടീഫിലൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ഭംഗി ഞാനിവിടെ 2 പിക്ക് ഞാൻ റെഫറൻസിന് വേണ്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആ ഒരു നോട്ടൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ ത്രെഡ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പം നമ്മുടെ ഇവിടെ സ്റ്റെം സ്റ്റിച്ച് ഇവിടെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റെഫറൻസിൻ്റെ പിക്ക് കൂടി കണ്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.